സാഹിത്യോത്സവിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സന്ധ്യാർക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേ ഉള്ളൂ. ആ ശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലുബൈത്തിലെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പഴുതിലൂടെ മുറ്റത്തേക്ക് നോക്കി. പുന്നാര ബാപ്പയാണല്ലോ അത്. എന്താ ഈ സമയത്ത് ബാപ്പ ഇങ്ങോട്ട് വരുന്നത്? വാതിൽക്കൽ വന്നു. മോളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു, ഫാത്തിമ, മോളെ ഫാത്തിമ. വാതിൽ തുറന്നു. ബാപ്പയ്ക്കൊരു ഉമ്മം കൊടുത്തു. കൈകൾ പുണർന്നു വാരി ഉള്ളിലിരുത്തി. മോളെ, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദൈന്യതയോടെ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി ഗദ്ഗദത്തോടെ പറഞ്ഞു, ബാപ്പ, ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. എനിക്ക് വിശന്നിട്ട് വയ്യ ബാപ്പ, ഇവിടെ ഒന്നുമില്ല. ആർദ്രതയോടെ പുന്നാര ഫാത്തിമയെ മുത്തുനബി വിളിച്ചു. മോളെ, ഇങ്ങോട്ട് നോക്കൂ. തൻ്റെ കമീസ് ഉയർത്തി വയറ്റത്തു കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ഫാത്തിമ ബീവിയുടെ നയനങ്ങളിൽ നിന്ന് ഉതിർന്ന ബാഷ്പകണങ്ങൾ കവിൾത്തടത്തെ നനച്ചു. പ്രിയ സദസ്യരെ, അതല്ല, അതിലേറെ സങ്കടം. തൊട്ടപ്പുറത്ത് 2 റോസാപുഷ്പങ്ങൾ പോലെയുള്ള പിഞ്ചു മക്കൾ ഹസനും ഹുസൈനും. അവർ വിശപ്പു സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുകയാണ്. ഉമ്മി, ഉമ്മി. കരളലയിക്കുന്ന ഈ രംഗം കണ്ട മുത്തുനബിക്ക് താങ്ങാനായില്ല. ഹസനും ഹുസൈനും 2 പേരും നിർത്താതെ കരയുകയാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തെന്നോ? വീട്ടിൽ നിന്ന് ഒന്നും ഉരിയാടാതെ തെരുവിലേക്ക് ഇറങ്ങി. നടന്നു അങ്ങ് ദൂരെ നടന്നു. മദീനന്റെ അതിർത്തി എത്തിക്കാണാം. അതാ ഒരു അയറാബി തന്റെ ഈന്തപ്പനത്തോട്ടം നനയ്ക്കുന്നു. ഹേ മനുഷ്യ, ഞാൻ ഈ തോട്ടം നനയ്ക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ, എനിക്ക് കൂലി തരുമോ? അവിശ്വാസിയായ ആ അയറാബി പറഞ്ഞു, ആ ശരി, 1 ബക്കറ്റ് വെള്ളം നനച്ചാൽ 3 കാരക്ക തരാം. ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തി കയർ വലിച്ച് വെള്ളം കോരിയെടുത്തു. 1 തവണയല്ല, 8 തവണ. 9ാം തവണയായിരുന്നു അത് സംഭവിച്ചത്. ടിം, കയർ പൊട്ടി. ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. മുഖമടച്ച് ശക്തമായൊരടി. അതും തിരുനബിയുടെ താമര പോലുള്ള കവിൾത്തടുത്ത്. വിശപ്പിനൊപ്പം വേദനയും. ഏതായാലും ഒന്നും പ്രതികരിക്കാതെ കിട്ടിയ കാരക്കയുമായി മുത്തുനബി വീട്ടിലെത്തി. മുത്തുനബി അടിച്ച ആ അയറാബിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിടഞ്ഞു. ഞാൻ അടിച്ചതൊരു പ്രവാചകനായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല. വാളെടുത്തു. തന്റെ ഇടത് കൈയിൽ പിടിച്ചു. മുത്തുനബിയുടെ മുഖത്തടിച്ച വലത് കൈ കാല് വെട്ടുകൊടുത്തു. അയാൾ വേദന കൊണ്ട് നിലത്ത് വീണു. അങ്ങനെ അതുവഴി വന്ന യാത്രാസംഘം അയാളുടെ മുഖത്ത് വെള്ളം തെളിച്ചു. പതിയെ പതിയെ കണ്ണു തുറന്നു. യാത്രാസംഘം ചോദിച്ചു, എല്ലാ, നിങ്ങൾക്ക് എന്തു പറ്റി? ആ അയറാബി പറഞ്ഞു, ഒരു പരിശുദ്ധനായ മനുഷ്യന്റെ മുഖത്തടിച്ചതും കുറ്റബോധം കൊണ്ട് കൈ ഛേദിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തു. ഞാൻ അടിച്ചതൊരു പ്രവാചകനെ ആയിരിക്കുമോ? എനിക്ക് ആ മനുഷ്യന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരുമോ? യാത്രാ സംഘം ആ അയറാബിയും കൂട്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. കൂലിയായി കിട്ടിയ ഈന്തപ്പഴം ഹസനിനും ഹുസൈനിനും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു. എന്താ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അങ്ങൊരു പ്രവാചകനാണോ? അങ്ങയുടെ മുഖത്തടിച്ച വേദനയിൽ ഞാൻ എൻ്റെ കൈ അറുത്തുമാറ്റിയതാ. അങ്ങൊരു പ്രവാചകനാണെങ്കിൽ ഈ കൈകൾ ശരിപ്പെടുത്തി തരണം. കാരുണ്യ സാഗരമായ നമ്മുടെ മുത്തുനബി തന്റെ ഉമ്മിനീർ പുരട്ടി കൈകൾ ശരിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ അയറാബി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. വരൂ, നമുക്ക് ഈന്തപ്പനമേന കുടിലിൽ രാപ്പാർക്കാം, കഥകൾ കേൾക്കാം, ശുഭ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും.